ഹായ് സുഹൃത്തുക്കളെ, റിസർച്ച് ചെയ്യുക, അതുവഴി ഒരു ഡോക്ടറേറ്റ് നേടുക എന്നുള്ളത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്നമാണ്. പ്രത്യേകിച്ചും നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഒരുപാട് പേര് ഇപ്പോൾ PhD അഡ്മിഷൻ ഉള്ളി എന്നുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് സംസ്ഥാനത്തെ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഗൈഡുകളെയൊക്കെ കണ്ടുപിടിച്ച് PhDക്ക് ജോയിൻ ചെയ്യാറുണ്ട്. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. പ്രത്യേകിച്ചും I+ന്റെ തന്നെ ഒരുപാട് കുട്ടികൾ നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. എങ്ങനെയാണ് PhD അഡ്മിഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെ വേണം, PhD ഈ ക്വാളിഫിക്കേഷൻ കിട്ടിയ ശേഷം JRF അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ PhD ഉള്ളി ക്വാളിഫിക്കേഷൻ കിട്ടിയ ശേഷം എങ്ങനെയാണ് ഈ PhDക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക, വിവിധ യൂണിവേഴ്സിറ്റികളിലെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗൈഡിനെയൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത്തരം ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പൊ ഇതെല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് I+ ഒരു കംപ്ലീറ്റ് PhD അഡ്മിഷൻ ഗൈഡ് ലൈൻസ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയാണ്. ഓൺലൈനായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. 18-ാം തീയതി, അതായത് നവംബർ 18 രാത്രി 8 മണിക്കാണ് നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നത്. നവംബർ 18 രാത്രി 8 മണിക്ക്. അപ്പൊ അത് നോട്ട് ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ, അതേപറ്റി എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ, അത് എങ്ങനെ നമ്മൾ ചെയ്യണം, ഉൾപ്പെടെ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫിക്കേഷൻ, എസെൻഷ്യൽ ഓൺലൈൻ ടൂൾസ്, ഒരു PhD ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഓൺലൈൻ ടൂളുകൾ ഏതൊക്കെയാണ്, സാമ്പിൾ ക്രൈറ്റീരിയയെ കുറിച്ച്, ഹൈപ്പോത്തിസിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി നയിക്കുന്ന ഈ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ 18-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച രാത്രി 8 മണിക്കാണ് ഈ ഒരു PhD അഡ്മിഷൻ ഗൈഡ് ലൈൻസ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ രജിസ്റ്റർ ചെയ്യാനായിട്ട് I+ന്റെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്തവർക്ക് ഒരു നോമിനൽ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ഫീസ് നമ്മൾ ഈടാക്കുന്നുണ്ട്. കാരണം സീരിയസ് ആയിട്ടുള്ള, ഈ രംഗത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ നമ്മൾ ഇതിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ സീരിയസ് ആണ്, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യുക. ചെറിയൊരു ഫീസ്, I+ന്റെ ഉദ്യോഗാർത്ഥികൾ അല്ലാത്തവർക്ക് ചെറിയൊരു ഫീസ് നമ്മൾ ഈടാക്കുന്നതാണ്. ഇതോടൊപ്പമുള്ള ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക. നമ്മുടെ I+ന്റെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും അത് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്യുന്നവർക്ക് മാത്രമാകും ഈ ഒരു സെഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുക. നമ്മുടെ ഫസ്റ്റ് കമന്റിലും ആ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഉണ്ടാവും. മറക്കണ്ട, അത് ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 18-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച രാത്രി 8 മണിക്കാണ് സെഷൻ നടക്കുന്നത്. അപ്പോൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് I+ കണ്ടക്ട് ചെയ്യുന്ന ഈ വർക്ക്ഷോപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.